എന്നോട് മെക്സിക്കോയിലെ ഒരു സിസ്റ്റർ കൽക്കട്ടയിൽ പറയാണ്, ഞാൻ മദറിനെ കണ്ടിട്ടില്ല, ഞാൻ മദർ മരിച്ച ശേഷമാണ് ജോയിൻ ചെയ്തത്. യു ഹാവ് ബ്രോട്ട് മദർ ബാക്ക് അലൈവ്. മദർ തെരേസ എടുത്തു വളർത്തിയ അനാഥരേത് സ്ട്രീറ്റിൽ നിന്ന് ഒരു ബന്ധുവില്ല. ഒരു അപ്പോളോ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ പറയാണ്, സബൻ ബിശ്വാസ്, എനിക്ക് ഐ ഹാവ് നോ റിലേറ്റീവ്സ് ഓൺ എർത്ത് ബട്ട് ഐ ഹാവ് എ ലാർജ് ഫാമിലി. ആരാന്നറിയോ? ജോയിൻറ്റ് ഫാമിലി മിഷണറീസ് ഓഫ് ചാരിറ്റി. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ആൻഡോഗ്രസ് സാറാണ്, ഇൻ്റർനാഷണൽ ജേർണലിസ്റ്റാണ്. സാറിൻ്റെ ഡോക്യുമെൻ്ററി മദർ തെരേസ പ്രോപ്പറ്റ് ഓഫ് കമ്പാഷൻ ഇന്നിവിടെ ഫിയാത്ത് മിഷൻ്റെ ഭാഗമായിട്ടുള്ള ഫിലിം ഫെസ്റ്റിവൽ ഇവിടെ പ്ലേ ചെയ്തിരിക്കുകയാണ്. സർ, എന്താണ് ആ ഒരു അനുഭവം എന്ന് പറയുന്നത്? ഇത് വളരെ ഒരു സ്പെഷ്യലാണ്. ഞാൻ ഈ ഡോക്യുമെൻ്ററി റിലീസ് ചെയ്തത് October 7 എന്ന് പറഞ്ഞാൽ പ്ലാറ്റിനം ജൂബിലി ഓഫ് ദ മിഷണറീസ് ഓഫ് ചാരിറ്റി. 75 വർഷം തികയുന്ന ജപമാല തിരുനാളിൻ്റെ ദിവസത്തിലാണ് മദർ തെരേസയുടെ കോൺഗ്രിഗേഷൻ ജനിച്ചത്, മിഷണറീസ് ഓഫ് ചാരിറ്റി, October 7, 1950. അപ്പോൾ അതിനു വേണ്ടി ഒരു ഡോക്യുമെൻ്ററി ചെയ്യണമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം ഞാൻ വർഷങ്ങളായിട്ട് 1995 November 17 മദർ തെരേസയെ 1 മണിക്കൂറോളം ഇരുന്ന് 1-to-1 ഇൻ്റർവ്യൂ ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് അതിൻ്റെ അവിടെ നിന്ന് തൊട്ട് വർക്കാണ്. അപ്പോൾ ആ ഡോക്യുമെൻ്ററി October 7 മദർ തെരേസയുടെ ടൂമ്പിൽ ആണ് പ്രീമിയർ ചെയ്യുന്നത്. റിലീസല്ല, പ്രീമിയർ ചെയ്യുന്നത് MC സിസ്റ്റേഴ്സ് പറഞ്ഞു നമ്മൾ ടൂമ്പിൽ ചെയ്യുന്നു. അതിനുശേഷം ഒരു 22 MC കോൺവെൻസിൽ റിലീസ് ചെയ്തു. പിന്നെ ബാംഗ്ലൂർ തിയോളജിക്കൽ കോളേജ്. ഇതുവരെ പബ്ലിക്കായിട്ട് ഇത് റിലീസ് ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഫിയാത്ത് മിഷൻ്റെ ഫിലിം ഫെസ്റ്റിവലിൽ ഞാനിത് പബ്ലിക്കായിട്ട് സ്ക്രീൻ ചെയ്യുന്നത്. കാരണം സീറ്റ്ലി ഫിയാത്ത് മിഷൻ എന്ന് പറഞ്ഞ സീറ്റ്ലി ജോർജ് എൻ്റെ വളരെ അടുത്ത ഫ്രണ്ടാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ ഇന്ത്യ എന്നുള്ള ഒരുപാട് മിഷൻ സ്പിരിറ്റുള്ള ഒരുപാട് പേരെ എനിക്കറിയാം. കാരണം ഞാൻ ഇന്ത്യ ഒരു മുഴുവൻ യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. പ്രാക്ടിക്കലി എല്ലാ സംസ്ഥാനവും, അരുണാചലും നാഗാലാൻഡ്, മിസോറാം, മണിപ്പൂർ എല്ലാം. അപ്പോൾ അവിടെ നിന്നെല്ലാമുള്ള മിഷണറികൾ ഇവിടെ വരുന്നു. അപ്പോൾ അവർ ഈ മെസ്സേജ് സ്പ്രെഡ് ചെയ്യാൻ എളുപ്പമുണ്ട്. പിന്നെ എൻ്റെ പ്രശ്നം ഈ ഡോക്യുമെൻ്ററി ഇപ്പോഴും കംപ്ലീറ്റ് ആയില്ല. October 7 തീർക്കാൻ വേണ്ടി ശ്രമിച്ച് അത് ഞാൻ റിലീസ് ചെയ്തു സിസ്റ്റേഴ്സിനൊക്കെ ആയിട്ട് അവരുടെ ഫുൾ അപ്രൂവലോടുകൂടെ എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് അവർ വായിച്ച് അപ്രൂവ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻ്ററിയാണ്. പേഴ്സണൽ എൻ്റെ ഇനിഷ്യേറ്റീവാണ് വിത്ത് ദെയർ അപ്രൂവൽ. ആ നേരത്ത് ഒരുവിധം പറ്റാവുന്നതൊക്കെ ചേർത്ത് 53 മിനിറ്റിൽ നിർത്തി. പല പോർഷൻസും മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇനി ഇത് കംപ്ലീറ്റ് വർക്ക് ചെയ്യാനുണ്ട്. അത് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മളൊരു ബിഗ് ലോഞ്ച്. അതും ഈ 75th ഇയർ എന്ന് പറഞ്ഞാൽ October 7 മുന്നേ ഇത് തീർക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എന്നോട് മെക്സിക്കോയിലെ ഒരു സിസ്റ്റർ കൽക്കട്ടയിൽ പറയാണ്, ഞാൻ മദറിനെ കണ്ടിട്ടില്ല, ഞാൻ മദർ മരിച്ച ശേഷമാണ് ജോയിൻ ചെയ്തത്. യു ഹാവ് ബ്രോട്ട് മദർ ബാക്ക് അലൈവ്. You know, that is a joy. So that joy continues. I have to carry the mission. അപ്പോൾ ഫിയാത്ത് മിഷൻ കണ്ടവർക്കൊക്കെ യൂട്യൂബ് ലിങ്ക് എടുത്തിട്ട് ഫർദർ ഷെയർ ചെയ്യാം. കാരണം മദർ തെരേസ ഇസ് എൻ ഓഷ്യൻ. നമുക്കൊന്നും ഒരാൾക്കും പറയാൻ പറ്റില്ല. അത്രയും ഐ ഗോൺ ഇൻ ടു എ ലോട്ട് ഓഫ് ഡീറ്റെയിൽസ്. അപ്പോൾ ഈവൻ കൽക്കട്ടയിലുള്ള ബ്രദേഴ്സ്, MC ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, അതുപോലെ ഇപ്പോൾ ഒരു ഇൻ്റർനാഷണൽ എഡിറ്റർ, ഞാൻ 35 വർഷമായിട്ട് ഇൻ്റർനാഷണൽ വർക്ക് ചെയ്യുന്ന ഒരു ജോൺ ബർജർ എന്ന് പറയുന്ന ഒരു വലിയ കാത്തലിക് എഡിറ്റർ, ഹി സോ ഇറ്റ് ആൻഡ് ഹി സീസ്, ആൻഡ്രോ, യു ബ്രോട്ട് ഔട്ട് എ ലോട്ട് ഓഫ് തിങ്സ് വിച്ച് വേൾഡ് ഡസൻറ്റ് നോ. സോ ദർ ഇസ് ലോട്ട് മോർ ടു എക്സ്പ്ലോർ. അപ്പോൾ അത് ഫിയാത്ത് മിഷൻ ഇത് സ്പിരിച്വൽ വെന്യൂണ്. ആൻഡ് ഐ നോ പീപ്പിൾ ഹിയർ വിൽ ടേക്ക് ഇറ്റ് ഫോർവേഡ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇവിടെ പബ്ലിക് സ്ക്രീൻ ചെയ്യാനായിട്ട് സീറ്റ്ലി പറഞ്ഞു. സീറ്റ്ലി സന്തോഷപൂർവ്വം ഇതെല്ലാം റൺ ചെയ്തു. എൻ്റെ റെസ്പോൺസ് ഈസ് ഓവർവെൽമിങ്. ദ ഹ്യൂജ് ക്രൗഡ് ഈസ് ദേ. സോ ഐ വാസ് ഹാപ്പി അബൌട്ട് ഇറ്റ്. സാർ ഇപ്പം ചെയ്ത ഡോക്യുമെൻ്ററിയെ കുറിച്ച് ഒരു 2 വാക്ക്. ഈ ഡോക്യുമെൻ്ററി ഞാൻ പറഞ്ഞു, മദർ തെരേസ ഇൻ്റർവ്യൂ ചെയ്തു. അന്ന് എൻ്റെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ്, ആരും വിശ്വസിക്കില്ല. ഞാൻ ചുരുക്കി പറയാണ്, 2016 മദർ തെരേസ വിശുദ്ധിയാക്കിയപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു ലണ്ടനിൽ. ഞാൻ ടാബ്ലറ്റ് മാഗസിനിലൊക്കെ ഒരു 10-16 വർഷമായിട്ട് വർക്ക് ചെയ്തിരുന്നതാണ്. അപ്പോൾ എൻ്റെ എഡിറ്റർ ഫ്രണ്ട് മെസ്സേജ് ചോദിച്ചു, ആൻഡോ, യു ഹാവ് ബിൻ കോട്ടഡ് ബൈ ദ ടൈം മാഗസിൻ തന്നെ കോട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വാട്ട് ഈസ് ദിസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മദർ തെരേസ വിശുദ്ധിയാക്കിയപ്പോൾ ടൈം മാഗസിൻ ഒരു സപ്ലിമെൻ്റ് ഇറക്കി മദർ തെരേസയെക്കുറിച്ച്. അതിൽ 10 ബെസ്റ്റ് കോട്ട്സ് ഓഫ് മദർ തെരേസ. എന്നാൽ മദർ തെരേസ ജീവിതത്തിൽ 1947 മുതൽ 97 വരെ, 50 പബ്ലിക്കായിട്ട് തുടങ്ങുന്നു, 47-48 തുടങ്ങി. അപ്പോൾ ഈ 50 മുതൽ 97 വരെയുള്ള 47 വർഷത്തിലെ മദർ തെരേസയുടെ പബ്ലിക് ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് 10 ഉദ്ധരണികളിൽ 2 എണ്ണം എൻ്റെ ഇൻ്റർവ്യൂ എന്നാണ്. ആ ഇൻ്റർവ്യൂ വളരെ ഫേമസ് ആണ്. അത് പലരും എടുത്ത് ചെയ്യുന്നു. നൺ വിത്തൗട്ട് ബോർഡേഴ്സ്, ഷീസ്. അപ്പോൾ അങ്ങനെ അതിൽ എലാബറേറ്റ് ചെയ്യുന്നു. പിന്നെ അതുകൊണ്ട് ശേഷം ഞാൻ ഇൻ്റർനാഷണൽ ജേർണലിസ്റ്റ് ആയതുകൊണ്ട് കൽക്കട്ടയിൽ മദർ തെരേസ ഫ്യൂണറലുണ്ട്. അതിലൊരു ഭയങ്കര മെമ്മറബിൾ സീനുണ്ട്. എന്താണെന്നറിയോ? നിങ്ങൾ കാണുമ്പോൾ ആരും കോരിത്തരിക്കും. മദർ തെരേസയെ ഇന്ത്യയെ ക്രിട്ടിസൈസ് ചെയ്യുന്നൊരു ചെറിയൊരു ഗ്രൂപ്പുണ്ട്. അവരൊക്കെ നാണം കെടും. കാരണം എന്താണ്? മദർ തെരേസയുടെ ഫ്യൂണറലിന്
മഹാത്മാഗാന്ധിയുടെ ഫ്യൂണറലിന് ഉപയോഗിച്ച ഗൺ കാരേജ് 1948 ഉപയോഗിച്ച ഗൺ കാരേജ് ഫ്ലൈറ്റിന് കൽക്കട്ടയിൽ കൊണ്ടുവന്ന ആ ഗൺ കാരേജിലാണ് മഹാത്മാഗാന്ധിയുടെ ഡെഡ് ബോഡി കൊണ്ട് നടന്ന ഗൺ കാരേജിലാണ് മദർ മൃതശരീരം കൽക്കട്ടയിൽ കൊണ്ട് നടന്നത്. ഞാനത് ഫോട്ടോ എടുത്തു. ആ സ്പെഷ്യൽ ഫോട്ടോ ഈ ഡോക്യുമെൻ്ററിയിലുണ്ട്. അപ്പോൾ എൻ്റേതായ ഒരുപാട് സ്പെഷ്യലായിട്ടുള്ള മൊമെൻറ്റ്സ്, പിന്നെ മദറിന് ബെയാറ്റിഫിക്കേഷൻ, കാനനൈസേഷൻ, സെൻറ്റിനറി, അതുപോലെ അവർ ഒരുപാട് സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് കണ്ടമാലിൽ അവിടുത്തെ സിറ്റുവേഷൻ വാസ് വെരി ബാഡ്. അപ്പോൾ ആർക്കും പോകാൻ പറ്റാത്ത സമയത്ത് MC സിസ്റ്റേഴ്സാണ് അവിടെ പോയിരുന്നത്. അങ്ങനെ അവർ സേവനം. ഇപ്പോൾ നേപ്പാൾ എർത്ത്ക്വേക്ക് ഞാൻ MC സിസ്റ്റേഴ്സിൻ്റെ കൂടെ നേപ്പാളിലെ പശുപതി ടെമ്പിൾ, അവിടെ അനാഥരെ നോക്കുന്നത് നേപ്പാളിൻ്റെ രാജാവ് വിളിച്ചിട്ട് MC സിസ്റ്റേഴ്സാണ് അനാഥരെ അവിടെ നോക്കുന്നത്. ഹോളിയസ്റ്റ് ഓഫ് ഹോളി ടെമ്പിൾസിൽ MC സിസ്റ്റേഴ്സ്. അപ്പോൾ ഞാനിതൊക്കെ പോയി വീഡിയോ എടുത്ത് 13 പോയിട്ടുണ്ട്, 15 പോയിട്ടുണ്ട്, ഇപ്പോഴും വീണ്ടും കഴിഞ്ഞ ഓഗസ്റ്റിൽ ഞാൻ ഇതിനു വേണ്ടി വീണ്ടും അവിടെ പോയി. അങ്ങനെ ഇതൊക്കെ ചെയ്ത് ഒറിജിനൽ ഇൻസൈറ്റ്സും ഇഷ്യൂസും ഒക്കെ പുറത്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇനിയും ചെയ്ത് മുന്നോട്ട് എടുക്കാൻ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. മദർ തെരേസയെക്കുറിച്ച് നമുക്കറിയാം, വിമർശനം സ്ഥിരമായിട്ട് പറഞ്ഞു നടക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അവരോടൊക്കെ പേരെടുത്ത് പറയാതെ, വ്യക്തിത്വം എന്നല്ലാതെ അവർ പറയുന്ന കോർ ഇഷ്യൂസ്, ഇപ്പോൾ മദർ തെരേസയുടെ അജണ്ട കൺവേർഷനാണെന്നാണ് ഒരു പൊതുവുള്ളത്. ഇപ്പം ഞാൻ അതുകൊണ്ട് തന്നെ മദർ തെരേസ എടുത്തു വളർത്തിയ അനാഥരേത് സ്ട്രീറ്റിൽ നിന്ന് ഒരു ബന്ധുവിൽ, ഒരു അപ്പോളോ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ പറയാണ്, സബൻ ബിശ്വാസ്, എനിക്ക് ഐ ഹാവ് നോ റിലേറ്റീവ്സ് ഓൺ എർത്ത് ബട്ട് ഐ ഹാവ് എ ലാർജ് ഫാമിലി, ജോയിൻറ്റ് ഫാമിലി. ആരാന്നറിയോ ജോയിൻറ്റ് ഫാമിലി? മിഷണറീസ് ഓഫ് ചാരിറ്റി സിസ്റ്റേഴ്സ് എടുത്തു കൊടുത്തി 60 വയസ്സായ സ്വബൻ ബിശ്വാസ് എന്നോട് പറയുകയാണ്, മദർ നെവർ ടോൾഡ് us യു ആർ എ ഹിന്ദു, യു ആർ എ ക്രിസ്ത്യൻ, യു ആർ ഓൾ മൈ ചിൽഡ്രൻ. അപ്പോൾ അത്തരത്തെ ആൾക്കാരെ കണ്ടുപിടിച്ച് ഇൻ്റർവ്യൂ ചെയ്തിട്ടാണ് ഈ ഡോക്യുമെൻ്ററി ചെയ്തിരിക്കുന്നത്. പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയി തന്നെ മദർ തെരേസ ബാറ്റിഫിക്കേഷൻ സമയത്ത് മദർ തെരേസയെക്കുറിച്ച് പറയുന്ന സേവനത്തെക്കുറിച്ച് എന്ത് മനോഹരമായിട്ട് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നൗ ദ ക്രിട്ടിക്സ് ഓഫ് വിൽ സ്വോളോ ദെയർ ബാബ്സ്. അവർക്കത് വിഴുങ്ങാൻ ഇനി പറ്റുള്ളൂ. കാരണം ഇനി ഒരിക്കലും ഒരാളും ഇതുവരെ, പിന്നെ എൻ്റെ ഡോക്യുമെൻ്ററികൾക്കൊന്നും ആരും പ്രതികരിക്കില്ല. ഒരാൾ ഇതിനെ നെഗറ്റീവായിട്ട് പ്രതികരിക്കാൻ തയ്യാറല്ല. കാരണം ദർ ഇസ് നത്തിങ്, ദേ ഹാവ് ബീൻ എക്സ്പോസ്ഡ്. അപ്പോൾ അങ്ങനെ മദർ തെരേസയ്ക്കെതിരെയുള്ള എല്ലാ ക്രിറ്റിസിസും ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട് പ്രാക്ടിക്കലി. ഇനിയുണ്ട്, ദർ ആർ മോർ യു ക്യാൻ ബ്രിങ് ഇൻ. അതിന് ഇറ്റ് ടേക്സ് ടൈം. ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നുള്ള ഡൈ ഹാർഡ് മിഷണറീസ്, ആവറേജ് അല്ല, നല്ല തീഷ്ണതയുള്ളവർ, ഇത്രയും കൊടും ചൂടത്താണ് ഇവിടെ വന്ന് കിടക്കുന്നത്. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ വന്ന് നിന്ന് ഈ ഇത്രയും സിമ്പിൾ സൗകര്യങ്ങളിൽ വന്ന് എത്ര ഹൺഡ്രഡ്സ് ഓഫ് മിഷണറീസ് ആക്കിയ. അപ്പോൾ അവരുടെ മുന്നിൽ ചെയ്യുന്ന, അവരെ കോർഡിനേറ്റ്, ഇവരെ ഒരു കൊടക്കുഴിയിൽ സംഘടിപ്പിക്കുന്ന സീറ്റ്ലിയെ നമ്മൾ സല്യൂട്ട് ചെയ്യാതെ പറ്റില്ല. ഐ സല്യൂട്ട് സീറ്റ്ലി ഹിസ് വർക്ക്. അവിടെ മിഷൻ അപ്പോസ്റ്റലേറ്റ്. ഇപ്പോൾ ഇന്നലെ ഒരു സിസ്റ്റർ ഞാൻ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഇതിലൊരു ബോളെടുക്ക്. ഞാൻ വെച്ചാൽ ഒരു ബോളെടുക്കുക, ഏതെങ്കിലും ഒരു കളർ, ഇഷ്ടമുള്ള കളറ്, ആ കളർ എടുത്ത് കഴിഞ്ഞിട്ട് സിസ്റ്റർ പറയാണ്, ഇത് നോക്കി അവിടെ നിങ്ങളെടുത്ത് പച്ചയാണ്, പച്ച ആഫ്രിക്ക. അപ്പോൾ ആഫ്രിക്കയ്ക്ക് വേണ്ടി ഒരു നന്മ നിറഞ്ഞ മറിയുമ്പോൾ ചൊല്ലുക. അങ്ങനെ മനുഷ്യർ മിഷൻ സ്പിരിറ്റ്, പ്രാർത്ഥനയിലേക്ക് നയിക്കുന്ന ഒരു യുണീക്ക് മിഷനാണ്. ഇപ്പോൾ അവിടെ കടന്ന ഓഡിയൻസിനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവരുടെ മിഷൻ സ്പിരിറ്റ്, അവരുടെ ഇടയിൽ ഇത് പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരം സംരംഭങ്ങൾ സീറ്റ്ലി പോലുള്ള എന്ന് പറഞ്ഞാൽ ഡെഡിക്കേഷനോട് കൂടെ, കാഷ്വൽ അല്ല, പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടൊന്നല്ല, സിമ്പിളായിട്ട് ട്രൂ ഫെയ്ത്ത് ഇൻ ഗോഡ്, ആ ഫെയ്ത്ത് മാനിഫെസ്റ്റ് ഇറ്റ് സെൽഫ്, അതാണ് നമ്മളിവിടെ കാണുന്നത്.